അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ കേക്കിന്. കാരണം നമ്മളിതിൽ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ക്രഷ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം നല്ലപോലെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. എളുപ്പത്തിൽ നമുക്ക് ഓവൻ ഇല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ്. ഒത്തിരി പൈനാപ്പിൾ നല്ല വില കുറച്ച് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ വാങ്ങി ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സ് ഉണ്ടാക്കണം. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ പാലും 4 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കൂടെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മൈദ അരിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒരു 3 തവണ അരിച്ചെടുക്കണം. കുറഞ്ഞത് 3 തവണയെങ്കിലും അരിച്ചെടുത്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അരിച്ചതിന് ശേഷം ഇതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ 5 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ബീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഹൈ സ്പീഡിലാക്കിയിട്ട് നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്യണം. ഫ്ലഫി ആയിക്കഴിഞ്ഞാൽ നമ്മളത് തലതിരിച്ച് പിടിച്ചാലും താഴോട്ട് വീഴത്തില്ല. അതാണ് പരുവം. കണ്ടോ, അതിനകത്ത് സ്റ്റിക്കായിട്ട് കിടക്കും. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അത് കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ല ക്രീമി ആവുന്നവരെ അടിച്ചെടുക്കുക. ഇത് പൊടിച്ച പഞ്ചസാരയാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ക്രീമി ആയാൽ മതി. ഇനി നമുക്കിത് വേറൊരു വലിയ ബൗളിനകത്തോട്ട് മാറ്റാം. പൊടികളിട്ട് ഇളക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ അരിച്ചു വെച്ച പൊടിയിൽ നിന്ന് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് ഇളക്കി മിക്സ് ചെയ്യേണ്ട. അപ്പോൾ ഓവർ മിക്സ് ആയിക്കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വരില്ല. ഇപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആ പാലും ഓയിലും വെച്ചുള്ള മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. എപ്പോഴും ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ഫുള്ളായിട്ട് ഇളക്കരുത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ് വൈറ്റ് കുറച്ചായിട്ട് ഇട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എഗ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ശ്രദ്ധിക്കുക. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഒരിക്കലും പൊങ്ങത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്ന് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. കണ്ടോ, ഇനി നമുക്കിത് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിനകത്തോട്ട് മാറ്റാം. ഞാൻ സോസ് പാനിലാണ് ചെയ്യുന്നത്. അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഒരു കത്തിയോ ഒരു സ്പൂണോ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്താൽ ഫുൾ എയർ ബബിൾസ് പോയി കിട്ടും. ഇനി അടിയിലൊരു ദോശത്തവ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ കേക്കിൻ്റെ പാൻ വെക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 50-60 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. മേൽഭാഗം ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഒരു കത്തിയോ ഫോർക്കോ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ ക്ലീനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി അത് ചൂടാറാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് 1 കപ്പ് പൈനാപ്പിൾ, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് വേണേൽ കുറയ്ക്കാം. മധുരം കൂടുതലുണ്ടെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് കുറച്ചാൽ മതി. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 1/4 കപ്പ് വെള്ളം. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. പൈനാപ്പിൾ നല്ല മധുരമാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നല്ലപോലെ തിക്കായി കിട്ടും. ഏകദേശം ഒരു ജാമിൻ്റെ പരുവം. കണ്ടോ, ഇപ്പം നല്ലപോലെ തിക്കായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മതിയാവും. ഇനി ഇത് ഒന്ന് ചൂടാറുമ്പോൾ നല്ലപോലെ തിക്കാവും. അതിന് മുമ്പ് നമുക്കിനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1.5 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ലപോലെ സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിനകത്ത് വെക്കാം. ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് എടുത്താണ്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ലപോലെ സ്റ്റിഫായിട്ടുണ്ട്. കണ്ടോ, വലിച്ചിട്ട് ഇതിനകത്തൊന്നും വരുന്നില്ല, അത്ര സ്റ്റിക്കാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് കേക്ക് ചൂടാറിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പുറത്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിത് കത്തി വെച്ചും നൂല് വെച്ചും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത് ശരിക്കും കട്ട് ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർക്ക് ചെയ്യാം. കത്തി വേണമെന്നില്ല, നൂല് വെച്ചാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. 3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ 2 പീസ് ആക്കിയാലും മതി. അപ്പോൾ ക്രീം കുറച്ചെടുത്താൽ മതി. കണ്ടോ നൂല് വെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ 3 ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിനകത്തോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ വീഡിയോയും എൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അറിയാത്തവർ കാണുക. ഇനി അതിൻ്റെ ഇതിൽ കുറച്ച് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ക്രീം കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ പൈനാപ്പിൾ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ, കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ വെക്കാം. എന്നിട്ടൊന്ന് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വീണ്ടും ഷുഗർ സിറപ്പ് വെച്ച് ക്രീമും കൂടെ വെച്ച് ഒന്നുകൂടെ അതൊന്ന് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും പൈനാപ്പിൾ ക്രഷ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ലെയർ കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ക്രം കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്രീം വെച്ച് നമ്മൾ കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റത്തെ കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ കേക്ക് നമുക്ക് കോട്ട് ചെയ്ത് കിട്ടും. എല്ലാ ഭാഗവും ഒന്ന് കവറായി കിട്ടിയാൽ മാത്രം മതി. അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി ഇതിനകത്തോട്ട് കുറച്ചുകൂടെ ക്രീം വെച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ പാലറ്റ് നൈഫ് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ വെച്ച് ഇതിൻ്റെ സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല. ഇനി ഞാൻ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ചെറിയൊരു ഫ്ലവർ പോലെ കൊടുക്കുവാണ്, ചെറിയൊരു ഫ്ലവർ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്കത്ര നന്നായിട്ടൊന്നും ചെയ്യാൻ അറിയില്ല, അപ്പോൾ ഞാൻ ചെറിയ രീതിയിലേ ചെയ്യുന്നുള്ളൂ. ഇനി അതിൻ്റെ നടുക്കായിട്ട് ഞാനൊരു പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റും പിന്നെ സൈഡിലൊക്കെ പൈനാപ്പിൾ വെച്ച് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. വലിയ പണിയൊന്നുമില്ല, എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കണ്ടോ? ഇനി നമുക്കിത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നല്ല റിച്ച് ഫ്ലേവറാണ് പൈനാപ്പിളിൻ്റെ. ക്രഷും പിന്നെ എസെൻസും ക്രീമും ഒക്കെ കൂടെ. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം എന്തായാലും അഭിപ്രായം പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.